അങ്ങനെ റിസോർട്ടിലെത്തി വേഗം കുളിയൊക്കെ കഴിഞ്ഞാൽ ഫ്രഷായി. കാരണം 4-4:30 മണിക്ക് ഇങ്ങനെ വണ്ടി കയറി ഇരുന്നതാണ്. ആകെ മൊത്തം ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടൊന്ന് കുളിച്ചിറങ്ങിയപ്പോൾ തന്നെ ഒന്ന് ഉഷാറായി. പിന്നെ താഴെയാണെങ്കിലോ ക്യാമ്പ് ഫയറിൻ്റെ ഒരുക്കത്തിലൊക്കെ പാക്കേജിൽ ക്യാമ്പ് ഫയർ എന്തായാലും ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് വേഗം സെറ്റ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. എന്തായാലും ഡപ്പാങ്കൂത്ത് പാട്ടൊക്കെ ഇട്ട പിന്നെ ആരാരെ തുള്ളാത്ത. അതിപ്പോൾ കുട്ടികളായാലും ഞങ്ങളെ ഭർത്താക്കന്മാരായാലും പിന്നെ ഞങ്ങൾ ഈ സ്ത്രീജനങ്ങളായാലും ആരും ഒരു ഭാഗത്തിരുന്നില്ല. കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന ട്രിപ്പാണ് കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി കൂടിയിട്ട്. എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു 2-3 ദിവസം ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി വയ്ക്കാറുണ്ട്. ചെറിയ ചെറിയ സങ്കടങ്ങളായാലും പരിഭവങ്ങളായാലും എന്തെങ്കിലും ബുദ്ധിമുട്ടായാലും ഈ 2 ദിവസം ഞങ്ങളത് മാറ്റി വയ്ക്കാറുണ്ട്. ഓരോ കൊല്ലം കഴിയും തോറും ഓരോരോ ഓർമ്മകളല്ലേ. കഴിഞ്ഞ കൊല്ലം ഇതേ ട്രിപ്പിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. 2-4 ഫാമിലീസ് കുറവായിരുന്നെങ്കിലും അവരൊക്കെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. തിരിച്ചവരും ഈ ട്രിപ്പ് ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞ കൊല്ലത്തെക്കാളും ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ഈ ടൂറിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും അടുത്ത കൊല്ലം എല്ലാവരും കൂടിയിട്ട് ഒന്നും കൂടി ആഘോഷമാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അണ്ടകടാഹം മൊത്തം കത്തിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്നത്. എങ്ങനെ കത്താതിരിക്കും, അമ്മാതിരി പണിയല്ലായിരുന്നു. കുട്ടികൾക്കായാലും ഞങ്ങൾക്കായാലും നല്ലോണം ക്ഷീണം കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയ പൊറോട്ടയും ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് ക്ഷീണം ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു.